എടാ ചന്ദ്ര, ആഹാ ചൂണ്ടേട് വേണം. എടാ ആൻ്റെപ്പ നീ എപ്പോഴാ ഗൾഫിൽ നിന്ന് വന്നേ? ആ എത്ര കാലമായടാ എന്നെ കണ്ടിട്ട്. നിനക്ക് സുഖമാണോ? മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ആ പറയാടാ, വാ നമുക്കേ അങ്ങോട്ട് മാറി സംസാരിക്കാം. നമുക്ക് ഈ ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് പോവാം. പണ്ട് നമ്മൾ ഓടിക്കളിച്ച് കിടന്ന വഴിയാണ് ഇതൊക്കെ, നിനക്ക് ഓർമ്മയുണ്ടോ? ആ അങ്ങനെയൊക്കെ മറക്കാൻ പറ്റുവാടാ, അതൊരു കാലം. അവിടെ ഇരിക്ക, വാ ഇരിക്കടാ. എന്തൊരു ചൂടാ നാട്ടിലൊക്കെ. പിന്നെ എന്നാ ഉണ്ടാ വിശേഷം? നീ പോയതിന് ശേഷം ഞാനൊരു കടയൊക്കെ എടുത്തു. ആഹാ, അത് നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, അവര് നല്ല രീതിയിൽ സെറ്റിൽഡ് ആണിപ്പോ. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇവിടേക്ക് ഇടയ്ക്കൊന്ന് വരും ചൂണ്ടയിടാനൊക്കെ, കാരണം അതൊരു രസമാണല്ലോ, ഒരു ടൈം പാസ്. പിന്നെ നിന്നെ കണ്ടിട്ട് കുറേ നാളായല്ലോ, നിന്റെ വിശേഷമൊക്കെ ഒന്ന് പറ. 10-20 കൊല്ലായില്ലടാ ഈ നാടും വീടും വിട്ടു പോയിട്ട്. ഗൾഫിൽ പോയി പണം ഉണ്ടാക്കി. ആ ഭാര്യയും മക്കളൊക്കെ രക്ഷപ്പെട്ടു. തിരിച്ച് നാട്ടിൽ വന്നപ്പോ ഇപ്പൊ അവർക്ക് എന്നെ വേണ്ട. എനിക്ക് ആകെ ഈ നാട്ടില് നിന്നോട് മാത്രമേ ഒരു കടപ്പാടുള്ളൂ. നീ അന്ന് എന്നെ സഹായിച്ചില്ലെങ്കിൽ എൻ്റെ ഗൾഫ് മോഹം എല്ലാം തകർന്നു പോകുമായിരുന്നു. ഇത് തരാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ അധികാരം ഇനി ഇവിടെ ഉണ്ടാവില്ല. ഞാൻ തിരിച്ചു പോവാണ്. ഇനി നമ്മൾ തമ്മിൽ കാണോ ഇല്ലെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് ഇത് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ. എടാ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല, കാരണം ഞാൻ നിന്നെ സഹായിച്ചത് ഒരു കൂട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക്. അതൊക്കെ എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. പക്ഷെ ഇത് നീ സ്വീകരിക്കണം. ഞാനിനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. ഞാനിവിടുന്ന് പോകും. ആ എടാ, നീ വണ്ടി എടുത്ത? ആൻ്റെപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി ആ ഒരു വണ്ടി എടുത്തു. അതെ, കുറെ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു വണ്ടി എടുക്കുക എന്നുള്ളത്. ഇന്നാണ് അത് സാധിച്ചത്. ആ ശരിയടാ, അപ്പോഴേ ഞാൻ പോവാ. ഇനി എപ്പോഴെങ്കിലും നമുക്ക് കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. ദേ കിടക്കുന്നു മാരണം. ഇവൻ ഇത് തന്നെയാ പരിപാടി. കൂടുമില്ല കുടുംബമില്ല, എനിക്ക് കട തുറക്കണ്ടേ? അയ്യോ എന്റെ കാറ് പോടാ. നിന്റെ കാറല്ല. അയ്യോ എന്റെ കാറ് കാണാനില്ല. അപ്പോ പോവാടാ. മേലെ കണ്ടുപോരുത്, ഒരു കാറ് മുതലാളി.